എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജാണ്, അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ചൈന കൊറിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട 30ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ കപ്പലിൽ ഓണം ആഘോഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലോ. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പൊളിച്ചടക്കി. നമ്മുടെ ഓണത്തെന്മയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരാളാണ് മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. സാക്ഷാൽ ഈ കപ്പലിൻ്റെ മൊത്തം ഹോട്ടൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ നിബു. അദ്ദേഹം കോട്ടയത്തുകാരനാണെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഊർജ്ജം ഇരട്ടിയായില്ലേ. കോട്ടയംകാരൻ എവിടെ ചെന്നാലും ഒരു ചുണ ഉണ്ടാകുമല്ലോ. ഇവിടെയും അത് കണ്ടു. ഈ കൂട്ടത്തിൽ തന്നെ കോട്ടയത്തുകാർ പലരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന മിസ്റ്റർ ജോർജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഷീബയുമായിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. കോട്ടയത്തുകാരുടെ സംസ്ഥാന സമ്മേളനമാണോ ഇവിടെ നടക്കുന്നതെന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം കോട്ടയത്തുകാർ തന്നെ എന്ന് പറയത്തക്ക ഒരു സിറ്റുവേഷനായിരുന്നു ആ സമയത്ത് നമ്മുടെ ഷിപ്പിൽ ഈ ഓണാഘോഷ പരിപാടിയിൽ. ഇതിനിടയിൽ സിബു സാർ തൻ്റെ കൈകൾ രണ്ടും തിരുമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കോട്ടയവും കപ്പലും ഓണവും ഒത്തുചേരുമ്പോൾ ബോറടിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ഈ ഓണം നമുക്കിവിടെ പൊടിക്കണം. എനിക്ക് അർജൻറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ, അതായത് ഈ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ അനിൽ, ഓണാഘോഷത്തിൻ്റെ പങ്കായ സുന്ദരിക്ക് പൊട്ടുകെട്ടുക എന്നു വേണ്ടി ഒരു സുന്ദരിയെ അണിയിച്ചൊരുക്കുന്ന ധൃതിയിലാണ്. നമ്മുടെ ഈ ഓണാഘോഷം കപ്പലിൽ പൊടി പിടിക്കാൻ വേണ്ടി നമ്മുടെ നിബു സാറ് 2 കൂട്ടം പായസം നമുക്ക് തന്നിരുന്നു. ആ പായസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായി വിവരിക്കാം. നിബു സാറിൻ്റെ ഓണ സമ്മാനത്തോടു കൂടി മൊത്തത്തിൽ ഇതൊരു റോയൽ കരീബിയൻ അല്ല, കോട്ടയം കരീബിയൻ ഓണമായി തീർന്നു. കടലിലെ ഓണം, അതിന് ഒരു നാടൻ കൈപുണ്യവും നിബു സാറിൻ്റെ സ്നേഹവും ആ 2 പായസത്തിൻ്റെ മധുരവും കൂടി ചേർന്നപ്പോൾ സ്പെക്ട്രം ഓഫ് ദി സീ ശരിക്കും ഒരു ഓണക്കപ്പലായി. ഓണാഘോഷം നടക്കുന്ന സ്പോട്ട് മിസ്സായിപ്പോയ നമ്മുടെ കുഞ്ഞാടുകളെല്ലാം അതെല്ലാം കണ്ടുപിടിച്ച് തിരിച്ച് കയറി വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഏകദേശം എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. നിബു സാറും മറ്റുള്ളവരുമൊക്കെ ആയിട്ട് നർമ്മസല്ലാപത്തിലാണ്. ഓണവിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ്. ഓണം ഞങ്ങൾ തകൃതിയെ തന്നെയാണ് ഇവിടെ ആഘോഷിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഓണം ബമ്പർ ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലുള്ള ഒരു ആഘോഷ പരിപാടികളായിരുന്നു ഇവിടെ നടന്നതും ഞങ്ങൾ ആഘോഷിച്ചതും. അക്ഷരാർത്ഥത്തിൽ സ്പെക്ട്രം ഓഫ് ദി സീ എന്ന ഈ ആഡംബര കപ്പൽ ഓണാഘോഷത്തിൻ്റെ ലഹരിയിൽ തിളങ്ങിയായിരുന്നു. കപ്പലിൻ്റെ ഹോട്ടൽ ഡയറക്ടർ എന്ന വലിയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും നിബു സാർ ഒരു കൊച്ചു കുട്ടിയുടെ ആവേശത്തിൽ ഈ ആഘോഷങ്ങളിൽ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും ചില പ്രശ്നങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കപ്പലിൻ്റെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ പായസത്തിൻ്റെ മധുരം പോലെയാക്കി. ഔദ്യോഗികമായി വളരെ ധൃതിയുണ്ടായിരുന്ന നിബു സാറിനെ ഞങ്ങൾ ചടങ്ങുകളുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ആദരിക്കുകയും ജോലിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ഇനി നമുക്ക് ഓണാഘോഷ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മുടെ അമരക്കാരനായ അലേട്ടനെ സ്വാഗതം ചെയ്യാനായിട്ട്, സ്വാഗത പ്രസംഗം നടത്താനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഓണാഘോഷ പരിപാടി സാധാരണ ഈ ഓണ സമയത്ത്, അതായത് സെപ്റ്റംബർ മാസം അല്ല ഓഗസ്റ്റ് മാസം ആണല്ലോ സാധാരണ ഓണം ഉണ്ടാവാറില്ല. ഇത്തവണ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. നമ്മുടെ ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി അവൻ്റെ ഓർമ്മകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഓർമ്മകളെന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഓർമ്മയായിരിക്കും എല്ലാവർക്കും ഓണം ഏറ്റവും സന്തോഷകരമായി മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നത്. അവരുടെ നേതൃത്വത്തില് നാടൻ കലാമത്സരങ്ങളൊക്കെ വെച്ചിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു ഓർമ്മകളൊക്കെ പുതുക്കി വരാൻ വേണ്ടിയുള്ള ഒരു ആഘോഷമാണിത്. ഈ പ്രോഗ്രാമിൽ ഈ തവണത്തെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യമായി നമുക്കിപ്പോ വിശിഷ്ടാതിഥിയായിട്ട് ഇപ്പൊ തവണ വന്നിട്ടുള്ള മുരുകൻ നായർ എന്ന മുരുകൻ കാട്ടാക്കട, അദ്ദേഹത്തെ ഞാൻ സ്വാഗതി. പിന്നീട് അനീഷ് രവിയെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പരിചയമാണ്. കാരണം എല്ലാവരുടെയും എന്താ പറയുക, കുടുംബ സദസ്യരുടെ ഒരു അംഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യാം. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ യാത്രക്കാരിൽ തന്നെ ഒരു യൂട്യൂബർ ഉണ്ട്, നമുക്കൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ പലരുടെയും മുഖങ്ങൾ ഇനി ഭാവിയിൽ യൂട്യൂബിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമും ഈ ടൂറും യൂട്യൂബിൽ വരാൻ സാധ്യതയുണ്ട്. അറിയപ്പെടുന്ന യൂട്യൂബർ എന്ന് പറയുമ്പോൾ പലരും ഇപ്പൊ യൂട്യൂബർ എന്ന് അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറെ ഫോളോവേഴ്സിനെ കുറെ ലൈക്ക് വാങ്ങിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. മറിച്ച് എനിക്കറിയാവുന്നിടത്തോളം നമ്മുടെ കവിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് യൂട്യൂബ്. എല്ലാ സ്ഥലങ്ങളും പോകാൻ പറ്റുന്നത്രയും സ്ഥലങ്ങളിൽ പോകാം. ഏകദേശം 82 രാജ്യങ്ങളോളം പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ മനസ്സ്, പ്രായം 70-71 വയസ്സാണെങ്കിലും
വളരെ ചെറുപ്പം മനസ്സുള്ള അദ്ദേഹം കഴിഞ്ഞ 2 മാസം മുമ്പ് ഈജിപ്തിൽ പോയി സോളോ ട്രിപ്പായി സിംഗിളായിട്ട് ഈജിപ്തിൽ പോയിട്ട് ഹെലികോപ്റ്റർ മോളിൽ ഇത്ര 1600 അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിക്കുകയും 1600ഓളം ഉയരത്തിൽ മോളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീൻ എനിക്ക് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. ഈ 71ാമത്തെ വയസ്സിൽ ചാടാനുള്ള ധൈര്യം കാണിച്ച മനസ്സിലാണ് അദ്ദേഹം. ഈ ടൂർ പങ്കെടുത്ത തന്നെ ഒരു ക്രൂസ് കോമഡിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. ഇനി ഫർദർ വരാൻ പോകുന്ന അന്റാർട്ടിക്കയിലും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ക്രൂസ് കോമഡിന് വേണ്ടിയിട്ടും ഞാൻ സ്വാഗതിക്കാം.